എസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നഗാസ് ബ്രൈഡൽ സെറ്റ് ആണ്. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ 1, 2, 3, 4 മാലകൾ വരുന്ന സെറ്റാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് പരിചയപ്പെടാം. നമ്മളിതിൽ 3 മാലകളാണ് പറയുന്നത്. നമുക്ക് ഓരോരോ മാലകളായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ മാല വരുന്നത് നമുക്ക് 16 ഗ്രാമിൽ 2 പവനിൽ വരുന്ന മാലയാണ് വരുന്നത് കേട്ടോ. ഇത് റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള നഗാസ് കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഇതിന്റെ തൊട്ട് താഴെ വരുന്നത് 1.5 പവനിൽ വരുന്ന മാലയാണ്. നമുക്കിത് ഫസ്റ്റ് നെക്ക് ആയിട്ടും സെക്കൻഡ് നെക്ക് ആയിട്ടും പിന്നീടുള്ള ഫംഗ്ഷനിൽ കയറ്റിയും ഇറക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ആദ്യത്തെ മാല നമുക്ക് ഫസ്റ്റ് നെക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വരിക. സെക്കൻഡ് നെക്കിലേക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ഇറക്കിയിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിൽ വരുന്ന മാലയാണ് വരിക. പിന്നെ നമുക്കിത് ചോക്കറായിട്ടും ഫസ്റ്റ് നെക്ക് ആയിട്ടും മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് നെക്ക് വരിക. സെക്കൻഡ് നെക്ക് നമുക്ക് സെക്കൻഡ് നെക്ക് ആയിട്ടും തേർഡ് നെക്ക് ആയിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് നെക്ക് ഒക്കെ ആയിട്ട് പിന്നീട് കയറ്റിയും ഇറക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. അടുത്ത മാല വരിക നമുക്ക് മൂന്നാമത്തെ മാല വരുന്നത് 20 ഗ്രാമാണ്. 2.5 പവനിലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരു തേർഡ് നെക്ക് ആയിട്ടും സെക്കൻഡ് നെക്ക് ആയിട്ടും ഫോർത്ത് ലാസ്റ്റ് നെക്ലസ് ഒക്കെ ആയിട്ട് സാരിയിലൊക്കെ അപ്പൊ പിന്നീട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാലയാണ് വരിക. ഏറ്റവും താഴെ വരുന്ന നമുക്ക് 6 പവനിൽ വരുന്ന മാലയാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് താഴേക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. നഗാസിന്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഇത് നമുക്ക് റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള മാലയാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മളിത് 12 പവൻ സെറ്റാന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ മാല നമുക്ക് 2 പവനിൽ വന്നു. അതിന് തൊട്ട് താഴെ വരുന്ന നമുക്ക് 1.5 പവനിൽ വന്നു. അതിന്റെ താഴെ വരുന്ന നമുക്ക് 2.5 പവനിൽ വന്നു. ഏറ്റവും താഴെ വരുന്ന നമുക്ക് 6 പവനിൽ വന്നു. അങ്ങനെ നമുക്ക് മൊത്തം ഇത് 12 പവൻ സെറ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.